ജരാസന്ധ വധത്തിനു ശേഷം പാണ്ഡവന്മാർ രാജസൂയത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അതിനു മുന്നോടിയായി 4 ദിക്കിലുമുള്ള രാജാക്കന്മാരിൽ നിന്നെല്ലാം ധനവും കപ്പവും ശേഖരിക്കുന്നതിന് ധർമ്മപുത്രരുടെ 4 പുത്രന്മാരും പുറപ്പെട്ടു. പൂർവ്വ ദിക്കിലേക്ക് പുറപ്പെട്ട ഭീമസേനൻ വിദേഹം, ദശാരണം, ചോതിരാജ്യം തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ യുധിഷ്ഠിര രാജാവിന്റെ മേൽക്കോയ്മ സ്ഥാപിച്ച് ഒട്ടേറെ ധനവുമായി തിരിച്ചെത്തി. പാർത്ഥൻ പുറപ്പെട്ടത് വടക്കു ദിക്കിലേക്കാണ്. കാളിന്ദ രാജ്യം പിടിച്ചടക്കിയ അർജുനന് പ്രാഗ്ജ്യോതിഷപുരം പിടിച്ചടക്കാൻ അവിടുത്തെ രാജാവായ ഭഗദത്തനോട് ദീർഘമായ ഒരു യുദ്ധം നടത്തേണ്ടി വന്നു. തുടർന്ന് കാശ്മീര രാജാവ്, ഗന്ധർവന്മാർ തുടങ്ങിയവരെ കൊണ്ടും യുധിഷ്ഠിരന്റെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുത്ത് ഒടുങ്ങാത്ത പാരിതോഷികങ്ങളുമായാണ് പാർത്ഥൻ മടങ്ങിയെത്തിയത്. പശ്ചിമ ദിക്കിലേക്ക് പുറപ്പെട്ട നകുലൻ ത്രിഗർത്തം, പുഷ്കരം തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ യുധിഷ്ഠിരന്റെ മേൽക്കോയ്മ സ്ഥാപിച്ച് ധനവുമായി മടങ്ങും വഴി മാദ്രരാജ്യത്ത് ചെന്ന് അമ്മാവനായ ശല്യരെ സന്ദർശിച്ചു. അദ്ദേഹം സന്തോഷത്തോടെ സമ്മാനിച്ച ഒട്ടേറെ ധനവുമായി വന്നെത്തി. തെക്കുദിക്കിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത സഹദേവൻ, മത്സ്യരാജൻ, ദന്തവക്രൻ, നീലൻ, പാണ്ഡ്യകേരള രാജാക്കന്മാർ ഇവരുടെ കപ്പവുമായി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. യാഗശാലകളും അതിഥി മന്ദിരങ്ങളും തയ്യാറായതോടെ രാജസൂയത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ശ്രീകൃഷ്ണ ബലരാമന്മാരും വന്നെത്തി. പാണ്ഡവ പുരോഹിതനായ ധൗമ്യന്റെ നിർദ്ദേശപ്രകാരം മറ്റു പുരോഹിതന്മാരും വന്നു ചേർന്നു. യജ്ഞവേളയിലെ ബ്രഹ്മപദം സ്വീകരിച്ചത് വ്യാസമഹർഷിയായിരുന്നു. രാജസൂയത്തിന്റെ പൂർണ്ണ ചുമതലയും സഹദേവനെയാണ് ഏൽപ്പിച്ചത്. ക്ഷണമനുസരിച്ച് ഹസ്തിനപുരിയിൽ നിന്നും ഭീഷ്മദ്രോണാദികൾ, ദുര്യോധനാദികൾ, ധൃതരാഷ്ട്രർ, വിതുരർ, കർണൻ കൂടാതെ ശകുനിയും വന്നെത്തിയിട്ടുണ്ട്. ബ്രാഹ്മണ സൽക്കാരം അശ്വത്ഥമാവിനെയും ഭക്ഷണശാല മേൽനോട്ടം ദുശാസനെയും കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കാനുള്ള ചുമതല ദുര്യോധനെയുമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം ഒട്ടും ഇഷ്ടപ്പെടാത്ത ശിശുപാലൻ കൃഷ്ണനെയും പാണ്ഡവരെയും നിന്ദിച്ചുകൊണ്ട് പലതും പറഞ്ഞു. ഭീഷ്മ പിതാമഹനെയും നീചഭാഷയിൽ കുറ്റപ്പെടുത്താൻ ആരംഭിച്ചു. ശിശുപാലനെ സമാധാനിപ്പിക്കാൻ നടത്തിയ ശ്രമം വിജയിക്കാതെ വന്നപ്പോൾ ശിശുപാലനെ വധിച്ചു കളയാമെന്ന് ഭീമസേനൻ തീരുമാനിച്ചു. ശിശുപാലന്റെ 100 കുറ്റങ്ങൾ വരെ താൻ ക്ഷമിക്കാമെന്ന് കൃഷ്ണൻ ശിശുപാലന്റെ മാതാവിന് വാക്കുകൊടുത്തിരുന്നു. എന്നാൽ ശിശുപാലൻ രാജസൂയത്തിനെത്തി ഏവരെയും നിന്ദിച്ചത് 101ാമത്തെ കുറ്റമായതിനാൽ മറ്റൊന്നും ആലോചിക്കാതെ കൃഷ്ണൻ തന്റെ സുദർശന ചക്രമയച്ച് ശിശുപാലന്റെ കഴുത്തറുത്തിട്ടു. ശിശുപാല വധത്തിനു ശേഷം രാജസൂയം യാതൊരു വിഘ്നവും കൂടാതെ ഭംഗിയായി പര്യവസാനിച്ചു. യുധിഷ്ഠിരൻ ചക്രവർത്തിയായി. അതിഥികളും ബന്ധുജനങ്ങളും എല്ലാം പിരിഞ്ഞു. പക്ഷേ പാണ്ഡവ രാജധാനിയിൽ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയണമെന്ന മോഹത്താൽ ദുര്യോധനനും അമ്മാവൻ ശകുനിയും മാത്രം ഇന്ദ്രപ്രസ്ഥത്തിൽ തങ്ങി. ഇന്ദ്രപ്രസ്ഥത്തിൽ കുറച്ചുനാൾ തങ്ങിയ ദുര്യോധനനും ശകുനിയും ഹസ്തിനപുരത്തേക്ക് തിരിച്ചെത്തുന്നതിന് മുൻപായി ഒരു ദിവസം മയൻ നിർമ്മിച്ച അത്ഭുതകരമായ സഭാമന്ദിരം നടന്നു കണ്ടു. ഹസ്തിനപുരിയിലെ സഭാമന്ദിരത്തിനേക്കാൾ എത്രയോ മടങ്ങ് സുന്ദരമായ ആ സഭാമന്ദിരം കണ്ട മാത്രയിൽ തന്നെ ദുര്യോധനൻ അസൂയ കൊണ്ട് അന്ധനായി തീർന്നു. സഭ സന്ദർശിക്കുന്നവർക്ക് സ്ഥലജലഭ്രമം ഉണ്ടാകുന്ന തരത്തിലുള്ള മയന്റെ നിർമ്മാണ തന്ത്രത്തിൽ ദുര്യോധനനും ശകുനിയും വെട്ടിലായി. വെള്ളമില്ലാത്ത സ്ഥലം കണ്ട് വെള്ളമുണ്ടെന്ന് കരുതി മുട്ടറ്റം വസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടന്ന ദുര്യോധനനും ശകുനിയും വെള്ളമുള്ള സ്ഥലത്ത് വെള്ളമില്ലെന്ന് കരുതി നടന്നപ്പോൾ ചെന്ന് ചാടിയതോ കഴുത്തോളം വെള്ളത്തിൽ. ആ കാഴ്ച കണ്ട പാണ്ഡവർക്കും പാഞ്ചാലിക്കും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പാണ്ഡവരുടെ പരിഹാസം കൂടിയായപ്പോൾ ശരിക്കും ക്രുദ്ധനായാണ് ദുര്യോധനൻ ശകുനിയോടൊപ്പം ഹസ്തിനപുരിയിലേക്ക് മടങ്ങിയത്. ധനത്തിന്റെ കാര്യത്തിലായാലും ശക്തിയുടെ കാര്യത്തിലായാലും പാണ്ഡവരോട് കിടപിടിക്കാനാവില്ലെന്നുള്ള ചിന്ത ദുര്യോധനനെ ശരിക്കും ആത്മഹത്യാ പരുവമാക്കി. പാണ്ഡവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള വഴി ശകുനിയുമായി ആലോചിച്ചു. നേരിട്ടുള്ള യുദ്ധത്തിൽ പാണ്ഡവരെ തോൽപ്പിക്കുക എളുപ്പമല്ല. യുധിഷ്ഠിര ചക്രവർത്തിക്ക് ചൂതുകളിയോടുള്ള കമ്പം മുതലെടുത്ത് കള്ളച്ചൂതിൽ പാണ്ഡവരെ നിഷ്പ്രയാസം തോൽപ്പിക്കാമെന്ന് ശകുനി ഏറ്റു. ശകുനിയും ദുര്യോധനനും കൂടി ചൂതുകളിക്കാൻ അനുവാദത്തിനായി ധൃതരാഷ്ട്രരെ നയത്തിൽ സമീപിച്ചു. പുത്രന്റെ ആവശ്യമറിഞ്ഞ ധൃതരാഷ്ട്രർ വിതുരരുമായി കൂടിയാലോചിച്ചു. ചൂതുകളി നാശത്തിനുള്ള വഴിയായതിനാൽ അതിനൊരിക്കലും അനുവാദം നൽകരുതെന്ന് വിതുരർ ധൃതരാഷ്ട്രയെ ഉപദേശിച്ചെങ്കിലും അനുവാദം ലഭിച്ചില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന ദുര്യോധനന്റെ ഭീഷണിക്ക് വഴങ്ങി ധൃതരാഷ്ട്രർ അനുമതി നൽകി. ദുര്യോധനു വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറുള്ള ധൃതരാഷ്ട്രർ ചൂതുകളിക്കായി പാണ്ഡവരെ ക്ഷണിച്ചുകൊണ്ടുവരുവാൻ വിതുരരോട് കൽപ്പിച്ചു. മനസ്സില്ലാ മനസ്സോടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വിതുരർ തന്റെ ആഗമനോദ്ദേശം അറിയിച്ചുകൊണ്ട് പാണ്ഡവരോട് പറഞ്ഞു: ചൂതുകളി ഒരിക്കലും നന്മയേകില്ല, അത് നാശത്തിനു മാത്രമുള്ളതാണ്. കൗരവരുടെ ക്ഷണം സ്വീകരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദുര്യോധനു വേണ്ടി പകിട ഉരുട്ടുന്നത് ശകുനിയാണ്. അയാളാകട്ടെ കള്ളക്കളിയിൽ വിരുദ്ധനാണ്. വിതുരർ പറഞ്ഞതൊക്കെ കാര്യങ്ങളാണെങ്കിലും ക്ഷണം നിരാകരിക്കാൻ കഴിയാത്ത യുധിഷ്ഠിരൻ അനുജന്മാരോടും പാഞ്ചാലിയോടും പരിവാരങ്ങളോടും കൂടി ഹസ്തിനപുരിയിലെത്തി. ധർമ്മപുത്രർ പറഞ്ഞു:
ചതി പ്രയോഗിക്കാതെയുള്ള കളിയാണെങ്കിൽ ഞാൻ തയ്യാർ. യുധിഷ്ഠിരന്റെ വാക്കുകൾ കൗരവർക്ക് സ്വീകാര്യമായി. ചൂത് കളിക്കുള്ള കളമൊരുങ്ങി. കരുക്കൾ നിരന്നു. പകിട ഉരുട്ടി കളിയും തുടങ്ങി. ദുര്യോധനു വേണ്ടി പകിട ഉരുട്ടുന്നത് ശകുനിയാണ്. പന്തയം വെക്കുന്നത് ദുര്യോധനനും. ശകുനിയുടെ ചതിപ്രയോഗത്തെ ശുദ്ധനായ യുധിഷ്ഠിരനുണ്ടോ നേരിടാൻ കഴിയുന്നു? അടിക്കടി യുധിഷ്ഠിര ചക്രവർത്തി തോറ്റുകൊണ്ടേയിരുന്നു. ഫലമോ? ഭൂമി, സൈന്യം, സമ്പത്ത് ഇവയിൽ തുടങ്ങി കളിയുടെ ആവേശത്തിൽ അനിയന്മാരെയും പണയപ്പെടുത്തിയ യുധിഷ്ഠിരൻ ശകുനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ദ്രൗപദിയെയും പണയപ്പെടുത്തി. കള്ളച്ചൂതുകളി അവസാനിച്ചു. യുധിഷ്ഠിരന് പണയം വെച്ച് കളിക്കാൻ ഇനി മറ്റൊന്നും അവശേഷിക്കുന്നില്ല. തങ്ങളുടെ ദാസിയായി തീർന്ന പാഞ്ചാലിയെ കൗരവസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ദുര്യോധനൻ കൽപ്പിച്ചു. ദുര്യോധനന്റെ തേരാളി പാഞ്ചാലിയുടെ അടുക്കൽ ചെന്ന് കൽപ്പന അറിയിച്ചു. ഒരു സൂതന്റെ കൂടെ സഭയിലേക്ക് വരാൻ കൂട്ടാക്കാതെ കുലവധുവായ പാഞ്ചാലി പറഞ്ഞു, ഞാൻ ആരുടെയും ദാസിയല്ല. ചൂതിൽ സ്വയം പണയം വെച്ച് തോറ്റ യുധിഷ്ഠിര ചക്രവർത്തിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയായ എന്നെ എങ്ങനെ പണയം വെക്കാനാകും? ആ നിലയ്ക്ക് ഞാൻ ഒരിക്കലും കൗരവരുടെ ദാസിയാവുകയില്ല. പാഞ്ചാലിയുടെ വാക്കുകൾ സൂതനിൽ നിന്നും കേട്ടറിഞ്ഞ ദുര്യോധനൻ കോപിഷ്ഠനായി. പാഞ്ചാലിയെ ബലം പ്രയോഗിച്ചെങ്കിലും സഭയിലേക്ക് ആനയിക്കാൻ ദുശാസനനെ പറഞ്ഞുവിട്ടു. ദുശാസനൻ അന്തപുരത്തിൽ ചെന്ന് ദ്രൗപദിയുടെ തലമുടിയിൽ പിടിച്ചഴിച്ച് ബലാത്കാരമായി സഭയിലെത്തിച്ചു. ദ്രൗപദിയുടെ ദയനീയ സ്ഥിതി കണ്ട് വീരശൂര പരാക്രമികളായ പാണ്ഡവന്മാർ ഒരക്ഷരവും ഉരിയാടാതെ മുഖം തിരിച്ചു കളഞ്ഞു. സഭയിലെത്തിയ പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചെടുക്കാനായിരുന്നു ദുര്യോധനന്റെ അടുത്ത കൽപ്പന. ജ്യേഷ്ഠന്റെ കൽപ്പന പ്രകാരം ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം അഴിക്കാനായി മുന്നോട്ടാഞ്ഞു. ഒരക്ഷരവും ഉരിയാടാതെ മൗനമായി ഇരിക്കുന്ന പിതാക്കളോ ഗുരുജനങ്ങളോ പൗരുഷമൂർത്തികളായ പാണ്ഡവന്മാരോ ആരും തന്നെ തന്റെ മാനം രക്ഷിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണ ദയനീയമായി ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പാഞ്ചാലിയുടെ ഉടുവസ്ത്രം ബലാത്കാരമായി വലിച്ചഴയ്ക്കാൻ ദുശാസനൻ ശ്രമിക്കുന്തോറും വസ്ത്രം നീണ്ടു വന്നു. എത്ര നേരം വലിച്ചിഴച്ചിട്ടും ദുശാസനന്റെ കൈ കുഴഞ്ഞു എന്നല്ലാതെ വസ്ത്രത്തിനൊരു അവസാനമുണ്ടായില്ല. സദസ്യർ അത്ഭുതപ്പെട്ടിരിക്കെ ദ്രൗപദിയുടെ ദയനീയ സ്ഥിതി കണ്ട് തന്റെ കോപം നിയന്ത്രിക്കാനാവാതെ ഭീമസേനൻ ചാടി എഴുന്നേറ്റ് ഗദ ചുഴറ്റി വീശിക്കൊണ്ട് ഗർജിച്ചു. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് മുതിർന്ന അധർമ്മിയായ ഈ ദുശാസനനെ യുദ്ധത്തിൽ വെച്ച് ഇവന്റെ മാരടം കീറി ആ ചോര ഞാൻ കുടിക്കും. പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിലുണ്ടായ അത്ഭുതവും ഭീമസേനന്റെ ശബ്ദവും കേട്ട ധൃതരാഷ്ട്ര പത്നി ഗാന്ധാരി പാഞ്ചാലിയുടെ ദാസ്യം ഒഴിവാക്കണമെന്ന് ഭർത്താവിനോട് അപേക്ഷിച്ചു. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കേട്ട ധൃതരാഷ്ട്രക്കും ഉള്ളിൽ ഭയം ജനിച്ചു. അതുകൊണ്ട് അദ്ദേഹം ദ്രൗപദിയോട് പറഞ്ഞു, നിന്നോട് ഇവർ അന്യായമായാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അതിനാൽ നിനക്കിഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് നൽകാം. ധൃതരാഷ്ട്രരുടെ വാക്കുകൾ കേട്ട പാഞ്ചാലിക്ക് ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കേണ്ടി വന്നില്ല. അവൾ പറഞ്ഞു, എനിക്ക് മറ്റൊരു വരവും വേണ്ട. എൻ്റെ ഭർത്താക്കന്മാർ 5 പേരെയും സ്വതന്ത്രരാക്കിയാൽ മതി. ധൃതരാഷ്ട്രർ കൃഷ്ണയുടെ ആവശ്യം അംഗീകരിച്ചു. സ്വതന്ത്രരായ പാണ്ഡവർ ദ്രൗപദിയെയും കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു. പാണ്ഡവർ പോയ ഉടനെ ദുര്യോധന ദുശാസനാദികൾ കർണനെയും ശകുനിയെയും കൂട്ടി ധൃതരാഷ്ട്രരുടെ അടുക്കൽ ചെന്നു. ദുര്യോധനൻ തന്റെ പിതാവിനോട് പറഞ്ഞു, പാണ്ഡവർ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് നോവിച്ചുവിട്ട സർപ്പങ്ങളെ പോലെയാണ്. അവർ പ്രതികാരം ചെയ്യാതിരിക്കില്ല. മാത്രമല്ല, ദ്രൗപദിയെ അപമാനിച്ചത് അവർ ഒരിക്കലും ക്ഷമിക്കുകയില്ല. ഞാനെന്ത് ചെയ്യണം? ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിന് ശകുനിയാണ് ഉത്തരം നൽകിയത്. അതിന് വഴിയുണ്ട്. ഒരിക്കൽ കൂടി അവരെ ചൂതുകളിയിൽ അങ്ങ് ക്ഷണിക്കണം. എന്നാലോ ഇത്തവണ തോറ്റാൽ 12 വർഷത്തെ വനവാസവും 1 കൊല്ലത്തെ അജ്ഞാതവാസവും അവർ ചെയ്യേണ്ടതാണെന്ന് പറയണം. അജ്ഞാതവാസത്തിനിടയ്ക്ക് അവരെ കണ്ടുപിടിക്കാനിടയായാൽ വീണ്ടും 12 വർഷത്തെ വനവാസം. അപ്പോൾ ആയുഷ്കാലം മുഴുവൻ അവർ വനത്തിൽ തന്നെ കഴിയേണ്ടി വരും. നമുക്ക് പേടിക്കുകയും വേണ്ട. ശകുനിയുടെ കുതന്ത്രങ്ങൾ പുത്രനായ ദുര്യോധനു വേണ്ടി സ്വീകരിക്കേണ്ടി വന്ന ധൃതരാഷ്ട്രർ പാണ്ഡവന്മാരെ വീണ്ടും ചൂതുകളിക്ക് തിരികെ വിളിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഭീഷ്മ പിതാമഹനും വിതുരരും മറ്റു ഗുരുജനങ്ങളും എന്നുവേണ്ട ഗാന്ധാരി പോലും ആ ശ്രമത്തിൽ നിന്നും ധൃതരാഷ്ട്രരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ധൃതരാഷ്ട്ര കൽപ്പന പ്രകാരം ചൂതുകളിക്ക് വീണ്ടും എത്തിയ പാണ്ഡവരോട് കളിയുടെ വ്യവസ്ഥകളെല്ലാം ശകുനി തന്നെ പറഞ്ഞു മനസ്സിലാക്കി. പകിട വീണ്ടും ഉരുളാൻ തുടങ്ങി. തോൽവി സമ്മതിക്കാൻ യുധിഷ്ഠിരന് ഏറെ സമയം വേണ്ടി വന്നില്ല. കൗരവരുടെ പരിഹാസവാക്കുകളും നീചമായ ആക്ഷേപങ്ങളും കേട്ട് പാണ്ഡവർ ദ്രൗപദിയോടൊത്ത് നിബന്ധന പ്രകാരം 12 വർഷത്തെ വനവാസത്തിനും തുടർന്നുള്ള അജ്ഞാതവാസത്തിനും പുറപ്പെടാനുള്ള ഒരുക്കമായി. ഭീഷ്മർ, വിതുരർ, ധൃതരാഷ്ട്രർ മറ്റു ഗുരുജനങ്ങളോടെല്ലാം പാണ്ഡവർ യാത്ര ചോദിച്ചു. കുന്തി തന്റെയും പത്നിയുടെയും പരിചരണത്തിൽ തന്റെ കൂടെ തന്നെ കഴിയട്ടെ എന്ന വിതുരരുടെ അഭിപ്രായം അവർ ശരിവെച്ചു. മാന്തോലുടുത്ത് പാണ്ഡവരും അഴിച്ചിട്ട കൂന്തലും ഒറ്റ വസ്ത്രവുമായി പാഞ്ചാലിയും വനവാസത്തിന് നാടു നീങ്ങുന്ന കാഴ്ച തികച്ചും ഹൃദയഭേദകമായിരുന്നു. ഹസ്തിനപുരത്തെ പ്രജകൾ ആ കാഴ്ച കണ്ട് തേങ്ങിക്കരഞ്ഞു. വർദ്ധിച്ച ദുഃഖത്തോടെ വനത്തിലേക്ക് തങ്ങളെ അനുയാത്ര ചെയ്ത നാട്ടുകാരെയെല്ലാം യുധിഷ്ഠിരൻ സമാധാന വാക്കുകൾ പറഞ്ഞ് തിരിച്ചയച്ചു. രാത്രി ഗംഗാജലം കുടിച്ച്
അരയാലിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങിയ പാണ്ഡവർ നേരം വെളുത്തപ്പോൾ വീണ്ടും യാത്ര തുടങ്ങി. ആ സമയത്ത് കുറെ ബ്രാഹ്മണർ അവരെ പിന്തുടർന്നു. ബ്രാഹ്മണന്മാർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ വഴി കാണാതെ യുധിഷ്ഠിരൻ ധർമ്മസങ്കടത്തിലായി. ധർമ്മപുത്രരുടെ സങ്കടം മനസ്സിലാക്കിയ ശൗനകൻ എന്ന ജ്ഞാനിയായ ബ്രാഹ്മണൻ ഈശ്വര ഭജനത്തിലൂടെ സങ്കട നിവൃത്തി കൈവരിക്കാമെന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു. പാണ്ഡവ പുരോഹിതനായ ധൗമ്യന്റെ നിർദ്ദേശമനുസരിച്ച് യുധിഷ്ഠിരൻ സൂര്യദേവനെ തപസ് ചെയ്തു. സൂര്യഭഗവാൻ പ്രസാദിച്ച് ഒരു അക്ഷയപാത്രം അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് പറഞ്ഞു, രുചികരമായ ഭക്ഷണങ്ങൾ യഥേഷ്ടം ഈ അക്ഷയപാത്രം നിങ്ങൾക്ക് നൽകും. പക്ഷേ പാഞ്ചാലിയുടെ ഭക്ഷണം കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്നും പിന്നൊന്നും ആ സമയത്ത് ലഭിക്കുകയില്ല. യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചുകൊണ്ട് സൂര്യദേവൻ അപ്രത്യക്ഷനായി. സന്തുഷ്ടരായ പാണ്ഡവർ ബ്രാഹ്മണരുമൊത്ത് കാമ്മിക വനത്തിൽ പ്രവേശിച്ച് അവിടെ താമസമാക്കി. ഹസ്തിനപുരിയിലെ വിശേഷങ്ങൾ നോക്കാം. പാണ്ഡവർ വനവാസത്തിന് പോയതിനു ശേഷം ഹസ്തിനപുരിയിൽ പല ദുശ്ശകനങ്ങളും ഉണ്ടായി. ഒരിക്കൽ ഹസ്തിനപുരി സന്ദർശിച്ച നാരദമുനി 14 വർഷങ്ങൾക്കുള്ളിൽ കുരുവംശം പാടെ നശിക്കുമെന്ന് പ്രവചിച്ചു. അത് ധൃതരാഷ്ട്രരുടെ മനസമാധാനം കെടുത്തി. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് പാണ്ഡവർ തിരിച്ചു വന്നാൽ തന്റെ മക്കളെയും വംശത്തെയും തരിപ്പണമാക്കും എന്നുറപ്പായ ധൃതരാഷ്ട്രർ വിതുരരെ വിളിച്ച് ഉപദേശം ആരാഞ്ഞു. അപ്പോൾ വിതുരർ പറഞ്ഞു, വനവാസത്തിന് പോയ പാണ്ഡവരെ തിരിച്ചു വിളിച്ച് അവർക്ക് അർദ്ധരാജ്യം കൊടുത്ത് അവരെ സമാധാനിപ്പിക്കാൻ അങ്ങയുടെ മക്കളെ നിർബന്ധിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും ഞാൻ കാണുന്നില്ല. പാണ്ഡവരെ വേരോടെ നശിപ്പിക്കാനുള്ള ഉപദേശം തേടിയ ധൃതരാഷ്ട്രർക്ക് വിതുരർ നൽകിയ ആ ഉപദേശം തീരെ സഹിക്കാവുന്നതായിരുന്നില്ല. കുരുഭൂമിയിൽ കുരുസഭയിൽ പാർത്തുകൊണ്ട് പാണ്ഡവരുടെ പക്ഷം പറയുന്ന വിതുരരെ ധൃതരാഷ്ട്രർ കൊട്ടാരത്തിൽ നിന്ന് ഉടനെ പുറത്താക്കി. രാജകോപത്തിനിരയായതിനാൽ വിതുരർ ശരിക്കും സന്തോഷിക്കുകയാണുണ്ടായത്. അദ്ദേഹം നേരെ കാമ്മിക വനത്തിൽ ചെന്ന് പാണ്ഡവരോടൊപ്പം താമസമാക്കി. പക്ഷേ വൈകിയാണെങ്കിലും ധൃതരാഷ്ട്രരുടെ ബുദ്ധിയിൽ ഒരു കാര്യം തെളിഞ്ഞു. ബുദ്ധിമാനും നയതന്ത്രശാലിയുമായ വിതുരർ പാണ്ഡവരോടൊപ്പം താമസമാക്കിയാൽ അത് പാണ്ഡവരുടെ ശക്തി വർദ്ധിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ധൃതരാഷ്ട്രർ വിതുരരെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഏകചക്രയിൽ വെച്ച് ഭീമസേനൻ ഭഗൻ എന്ന രാക്ഷസനെ വധിച്ച കാര്യം മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞുവല്ലോ. കാമ്യക വനത്തിൽ താമസിക്കുന്ന ഭീമസേനോട് പ്രതികാരം ചെയ്യാൻ ഭഗന്റെ ജ്യേഷ്ഠനും ഹിഡിംബന്റെ സുഹൃത്തുമായ കിർമീരൻ എന്ന രാക്ഷസൻ അവിടെ എത്തി. ഭീമനെ അന്വേഷിച്ച് നടക്കുന്ന കിർമീരന്റെ മുന്നിൽ ചെന്ന് താൻ തന്നെ ഭീമൻ എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് കിർമീരന്റെ ശരീരം പൊക്കിയെടുത്ത് ചുഴറ്റി ഭൂമിയിൽ ശക്തമായി അടിച്ച് ഭീമസേനൻ ആ രാക്ഷസന്റെ കഥ കഴിച്ചു. ഹസ്തിനപുരിയിലെത്തി ധൃതരാഷ്ട്രരെ കണ്ട മൈത്രേയ മഹർഷി വനത്തിൽ പാർക്കുന്ന പാണ്ഡവരുടെ വിശേഷങ്ങൾ അറിയിച്ചു. കിർമീരവധത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ധൃതരാഷ്ട്രർക്ക് അവശേഷിച്ചിരുന്ന മനസമാധാനം കൂടി നശിക്കുകയാണുണ്ടായത്. ദുര്യോധനനെ ചെന്ന് കണ്ട മൈത്രേയ മഹർഷി അയാളുടെ ദുർനയം മാറ്റി പാണ്ഡവരുമായി രമ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദുര്യോധനൻ തന്റെ തുടയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കി മഹർഷിയെ പരിഹസിക്കുകയാണുണ്ടായത്. കോപിഷ്ഠനായ മഹർഷി, ദുര്യോധന, നീ താളം പിടിച്ച നിന്റെ ഈ തുട വരാനിരിക്കുന്ന യുദ്ധത്തിൽ ഭീമസേനൻ അടിച്ചുടയ്ക്കും. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ.